ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. മക്കളെ, ഇന്ന് മിസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ചാപ്റ്ററിന്റെ പേരെന്താ നമുക്ക് നോക്കാം. ഭൂമി, കഥയും കാര്യങ്ങളും, ദ എർത്ത്, മിത്ത് ആൻഡ് റിയാലിറ്റി. നമുക്ക് ആ ഒരു ബ്യൂട്ടിഫുൾ ചാപ്റ്റർ ആണല്ലേ. സോ ആ ഒരു ചാപ്റ്റർ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. സോ ഈ ഒരു ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസ് വരുന്ന കുറച്ച് പോർഷൻസ് നമുക്ക് നോക്കാം. ആദ്യം നമുക്കറിയാം, നമ്മുടെ ഭൂമിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇവിടെ നിൽക്കുന്ന ആളല്ലേ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മൂപ്പരെ കുറിച്ച് നമുക്കിങ്ങനെ പല ആളുകളും പറയുന്നതും കേൾക്കുന്നതും ഒക്കെ നമുക്കറിയാം. അങ്ങനെ പല ആളുകളും പല കാര്യങ്ങളും നമ്മൾ ഭൂമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെന്തൊക്കെയായിരുന്നു എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിച്ചേടാ, ദ കോൺസെപ്റ്റ് ഓഫ് എ സ്പെരിക്കൽ എർത്ത് വാസ് ഫസ്റ്റ് പുട്ട് ഫോർവേഡ് ബൈ ദ ഗ്രീക്ക് ഫിലോസഫർ ആയിട്ടുണ്ടായിരുന്ന തെയിൽസ് 7th സെഞ്ച്വറിയിൽ ആദ്യമായിട്ട് അദ്ദേഹമായിരുന്നു എന്താണ് നമ്മുടെ ഭൂമിക്ക് ഒരു ഗോളാകൃതിയാണെന്ന് വാദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അങ്ങനെ വാദിച്ച സമയത്തും എന്ത് സംഭവിച്ചു എടാ? അത് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു, വെള്ളത്തിന്റെ മേലെ പൊങ്ങിക്കിടക്കുന്ന രീതിയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്താ പറഞ്ഞത്? ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു ഗോളാകൃതിയിലാണ് നമ്മുടെ ഭൂമി എന്നാണ് ആര് പറഞ്ഞത്? 7th സെഞ്ച്വറിയിലെ തെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഗ്രീക്ക് തത്വചിന്തകരായിരുന്ന നമ്മുടെ ഗ്രീക്ക് ഫിലോസഫർ ആയിരുന്ന പൈതഗോറസും അതേപോലെ തന്നെ അരിസ്റ്റോട്ടിലും വരികയാണ്. അപ്പൊ അവരാണ് എന്തു പറഞ്ഞത്? ഭൂമിക്ക് കൃത്യമായൊരു ഗോളാകൃതിയാണെന്ന് വാദിച്ചിട്ടുണ്ടായിരുന്ന ആളുകളാണ് ഇവര്. ഈ ഒരാശയത്തോട് നമ്മുടെ നിക്കോളാസ് കോപ്പർനിക്കസും എന്താണ് അദ്ദേഹവും യോജിക്കുകയുണ്ടായി. പക്ഷെ ഇവര് പറഞ്ഞു വെള്ളത്തിലൊന്നല്ല, പക്ഷെ ഒരു കൃത്യമായ ഗോളാകൃതിയാണ് ഉള്ളതെന്ന് പറയുകയുണ്ടായി. ആര്? ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആയ അരിസ്റ്റോട്ടിലും പൈതഗോറസും. അതിനുശേഷം നമ്മുടെ ഇന്ത്യൻ ആസ്ട്രോണറായ ആര്യഭട്ട പറഞ്ഞത് എന്താണ്? ഭൂമിക്ക് ഒരു ഗോളാകൃതിയാണ്. അദ്ദേഹം പറഞ്ഞെന്താ? ഭൂമിക്ക് ഒരു ഗോളാകൃതിയാണെന്നും അത് അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ എന്താണ് സ്വയം കറങ്ങുന്നുവെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുകയും ജനങ്ങളോട് പറയുകയും ചെയ്തു. ഭൂമി എന്താണ്? ഒരു ഗോളാകൃതിയാണെന്നും അത് അതിന്റെ അച്ചുതണ്ടിൽ സ്വയം എന്താണ് ഒരു സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുക എന്ന് ഉറച്ച് വിശ്വസിക്കുകയും പറയുകയും ചെയ്തു. അടുത്ത മക്കളെ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ലോകം ചുറ്റിക്കണ്ട മെഗ്ലൻ എന്ന യാത്രികനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അദ്ദേഹം ഒരു നാവികനായിരുന്നു. അദ്ദേഹവും പറഞ്ഞത് എന്താണ്? ഭൂമിക്ക് ഗോളാകൃതിയാണ്. എന്തുകൊണ്ടാണ്? അദ്ദേഹം ലോകം മുഴുവൻ ചുറ്റിക്കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി ഇവിടെ നോക്കിക്കേടാ, നമ്മുടെ സർ ഐസക് ന്യൂട്ടൻ പറയാണ്, അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് ഒരു അഭിപ്രായം. പക്ഷെ ഭൂമിക്ക് എന്താണ്? കൃത്യമായ ഗോളാകൃതിയല്ല. ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം വീർത്തതുമായ ആകൃതിയാണ് ആർക്ക്? നമ്മുടെ ഭൂമിക്കുള്ളത്. അപ്പം ഈ ഒരു ആകൃതിക്ക് നമ്മൾ എന്ത് പേര് വിളിക്കും? ജിയോയിഡ് എന്ന് വിളിക്കും. എന്ത് പേര് വിളിക്കുകടാ? ജിയോയിഡ് എന്ന് നമ്മൾ ഈ ഒരു ആകൃതിക്ക് വിളിക്കുക അല്ലെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഈ ഒരു ഭാഗത്തുനിന്ന് എൻ്റെ മക്കൾക്ക് ചോദ്യങ്ങൾ ഷുവറായിട്ടും വരും. കാരണം നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ഒക്കെ തന്നിട്ട് നമുക്ക് ആ പ്രവർത്തനങ്ങളെല്ലാം ചോദിക്കാം. അതിനകത്ത് ഇങ്ങനെ നമ്മൾ ഒറ്റ സെന്റൻസിൽ ഏതാണ് ഈ തെയിൽസ്, അതേപോലെ ആരെ കണ്ടുപിടിച്ചത്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ എൻ്റെ മക്കൾക്ക് ചോദിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ കുറഞ്ഞ സമയം കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെ പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആട്ടോ. അപ്പൊ എൻ്റെ കുഞ്ഞുമക്കള് അടിപൊളിയായിട്ട് സെറ്റായിട്ട് പവറായിട്ട് പരീക്ഷ ചെയ്താൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us, dears.